40 ദിവസം വെല്ലുവിളിച്ചതായ മല്ലനായ ഗോലിയാത്തിനെ ഒരു ഇടയനായിരിക്കുന്ന ദാവീദ് കവണയും കല്ലുമായിട്ട് അവനെ ജയിക്കുവാനായിട്ടിടയായി തീർന്നു. 40 ദിവസം നിരന്തരമായി ദൈവജനത്തെ നിന്ദിക്കുകയും ദൈവജനത്തെ വെല്ലുവിളിക്കുകയും ചെയ്തതായ ഈ ഫലസ്തീനെയാണ് ദാവീദ് ജയിക്കുവാനായിട്ടിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മലനായിരിക്കുന്ന ഗോലിയാത്തിനെ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരം നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നതായ ചില ഗോലിയാത്തുമാരുണ്ട്. ആ ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ പ്രശ്നങ്ങളായിരിക്കാം. ആ ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കടഭാരത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഒന്നായിരിക്കാം, അഥവാ രോഗത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്നതായ ഒന്നായിരിക്കാം. അതുമല്ലെങ്കിൽ നിന്ന എന്ന് പറയുന്നതായ രൂപത്തിലായിരിക്കാം ആ ഗോലിയാത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ സംഭവ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഈ മല്ലനായ ഗോലിയാത്തിനെതിരെ നീങ്ങിയതായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ജയം പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരു പക്ഷേ ഗോലിയാത്തിനെ പോലെ അതിലും വലുതായ പ്രശ്നങ്ങളെ ഞാനും നിങ്ങളും നേരിടുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ അതിലും കഠിനമായ അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, യഹോവയുടെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങളെ സധൈര്യം നേരിടുക. വിജയം നിങ്ങളുടെ ഭാഗത്തായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ശത്രുവിനെ നേരിടുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം വിജയം നൽകുവാൻ ഇടയാകും. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.